Derangements, suppose derangements എന്ന് വെച്ചാല് suppose we arrange the numbers. Suppose we arrange the numbers. Suppose we arrange the numbers 1, 2, 3, 4, 5, 6, 7, etc. 10, so that one is not in first place, one is not in first place, one is not in first place means it's a natural position. First place is the natural position of 1. It's natural position. Comma 2 is not in the second position. 2 is not in the second position. 2 is not in the second position means second position is its natural position. Natural position of 2. Natural position of 2 is second position, etc. And 10 is not in 10th place, is not in 10th place. For 10 in the natural position on a 10th position on its natural position. These arrangements are called derangements of 1, 2, 3, 5, 7, 1, 2, 3, etc. These arrangements are called these arrangements are called these arrangements are called derangements. Derangements of 1, 2, 3, etc. 10. Oh. നമുക്കിപ്പോൾ 1, 2, 3 നമ്മൾ ഡീറേഞ്ച്മെന്റ്സ് 1, 2, 3 ഡീറേഞ്ച്മെന്റ്സ് എന്താണ്? 1 ഫസ്റ്റ് പൊസിഷൻ വരാൻ പാടില്ല. 1, 2, 3 അറേഞ്ച്മെന്റ്സ് നമുക്കറിയാലോ. 1, 2, 3 1, 2, 3 എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും? 3 ഫാക്ടോറിയൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും, 6 അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. അതൊക്കെ ഏതൊക്കെയാ? 1, 2, 3 1, 3, 2 അല്ലെ, 2, 1, 3 2, 3, 2 3, 1, 2 3, 2, 1. നോക്കണേ, ഇതിൽ ആരൊക്കെയാ ഡീറേഞ്ച്മെന്റ്സ്? 1 ഫസ്റ്റ് പൊസിഷനിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇതും ഡീറേഞ്ച്മെന്റ് അല്ല. 2 സെക്കൻഡ് പൊസിഷനിലുണ്ട്. നോക്കണേ, 2 സെക്കൻഡ് പൊസിഷനുള്ളത് കൊണ്ട് ഇതെന്തല്ല, ഡീറേഞ്ച്മെന്റ് അല്ല. 3 തേർഡ് പൊസിഷനിലുണ്ട്. അപ്പൊ ഇതെന്തല്ല, ഡീറേഞ്ച്മെന്റ് അല്ല. നിങ്ങൾ ബാക്കി രണ്ടും നോക്കിയേ. 1 ഫസ്റ്റ് പൊസിഷനിലുണ്ടോ? 2 ഇവിടെ സെക്കൻഡ് പൊസിഷനിലുണ്ടോ? ഈ രണ്ട് കേസുകളിലും 3 ഇവിടെ തേർഡ് പൊസിഷനിലുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ 1 ഫസ്റ്റ് 2, 3, 1 ആണ്. ഇവിടെ എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 2, 3, 1 അല്ലേ. അപ്പൊ ഈ രണ്ട് കേസുകളിലും ആരില്ല? 1 ഫസ്റ്റ് പൊസിഷനിലില്ല, 2 സെക്കൻഡ് പൊസിഷനിലില്ല, 3 തേർഡ് പൊസിഷനിലില്ല. അപ്പോ 1, 2, 3ന്റെ എത്ര ഡീറേഞ്ച്മെന്റ്സ് ഉണ്ട്? 2 ഡീറേഞ്ച്മെന്റ്സേ ഉള്ളൂ. ഒന്ന് 2, 3, 1 മറ്റേത് 3, 1, 2. അപ്പോ
ഡീറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ 1 2 3 അറേഞ്ച് ചെയ്യണം. പക്ഷെ 1 ഫസ്റ്റ് പൊസിഷനിൽ വരാൻ പാടില്ല, 2 സെക്കൻഡ് പൊസിഷനിൽ വരാൻ പാടില്ല, 3 തേർഡ് പൊസിഷനിൽ വരാൻ പാടില്ല. ഇവിടെ the number of derangements of ഇവിടെ the number of derangements of 1 2 3 etc. n is denoted by dn. For example, the derangements of 1, 2 ആരാ വരും? derangements of 1, 2 ആകപ്പാടെ ഒരെണ്ണേ വരുള്ളൂ അല്ലെ? 2 1 മാത്രമേ വരുള്ളൂ. കാരണം 1 ഫസ്റ്റ് പൊസിഷനില്ല, 2 സെക്കൻഡ് പൊസിഷനിലില്ല. അപ്പോൾ number of derangements is equal to number of derangements d2 അല്ലേ? d2 is equal to 1 ആണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി the number of the derangements of 1 2 3 are നേരത്തെ എഴുതിയല്ലോ. നേരത്തെ എഴുതിയിൽ ആരൊക്കെയാ വരിക? 1 ഫസ്റ്റ് പൊസിഷനിൽ വരാൻ പാടില്ല. അപ്പോൾ 2 സെക്കൻഡ് പൊസിഷനിൽ വന്നു, 2 ഫസ്റ്റ് പൊസിഷനിൽ വരിക, 3 സെക്കൻഡ് പൊസിഷനിൽ വരിക, 1 തേർഡ് പൊസിഷനിൽ വരിക. ഇനി 3 ഫസ്റ്റ് പൊസിഷനിൽ വരിക, 1 സെക്കൻഡ് പൊസിഷനിൽ വരിക, 2 തേർഡ് പൊസിഷനിൽ വരിക. അപ്പോൾ number of derangements എന്തായിരിക്കും? number of derangements ഡിനോട്ട് ചെയ്യുന്നത് d3 ആണ് അല്ലെ? രണ്ടെണ്ണേ ഉള്ളൂ. ഇനി the derangements of 1 2 3 4 ആരൊക്കെ വരിക? 1 ഫസ്റ്റ് പൊസിഷൻ വരാം, 2 ഫസ്റ്റ് പൊസിഷനിൽ വരാമല്ലോ. 2 ഫസ്റ്റ് പൊസിഷനിൽ വരാം, 1 സെക്കൻഡ് പൊസിഷനിൽ വരാം, 4 തേർഡ് പൊസിഷനിൽ വരാം, 3 ഫോർത്ത് പൊസിഷനിൽ വരാം. 2 ഫസ്റ്റ് പൊസിഷനിൽ വരാം, 3 സെക്കൻഡ് പൊസിഷനിൽ വരാം, 4 തേർഡ് പൊസിഷനിൽ വരാം, 1 ലാസ്റ്റ് പൊസിഷനിൽ വരാം. 2 ഫസ്റ്റ് പൊസിഷനിൽ വരാം, 4 സെക്കൻഡ് പൊസിഷനിൽ വരാം, 1 തേർഡ് പൊസിഷനിൽ വരാം, 3 ലാസ്റ്റ് പൊസിഷനിൽ വരാം. അടുത്ത് 3 ഫസ്റ്റ് പൊസിഷൻ. 2 ഫസ്റ്റ് പൊസിഷൻ വരുന്ന 3 കേസേ ഉള്ളൂ. 3 ഫസ്റ്റ് പൊസിഷനിൽ വരുന്നതോ? 3 ഫസ്റ്റ് പൊസിഷനിൽ വന്നാൽ ഡീറേഞ്ച്മെന്റ് ആണല്ലോ. 3 ഫസ്റ്റ് പൊസിഷനിൽ വരാം, 1 സെക്കൻഡ് പൊസിഷനിൽ വരാം, 4 തേർഡ് പൊസിഷനിൽ വരാം, 2 ലാസ്റ്റ് പൊസിഷനിൽ വരാം. 3 ഫസ്റ്റ് പൊസിഷൻ, 4 സെക്കൻഡ് പൊസിഷൻ, 1 2, 3 ഫസ്റ്റ് പൊസിഷൻ, 1 സെക്കൻഡ് പൊസിഷൻ, അല്ലെങ്കിൽ 4 ഫസ്റ്റ് സെക്കൻഡ് പൊസിഷൻ, 2 തേർഡ് പൊസിഷൻ, 1 ലാസ്റ്റ് പൊസിഷൻ. അടുത്ത് 4 ഫസ്റ്റ് പൊസിഷൻ, 1 2 3. 4 1 2 3 വരാമല്ലോ. 1 സെക്കൻഡ് പൊസിഷൻ, 2 തേർഡ് പൊസിഷൻ, 3 ഫോർത്ത് പൊസിഷൻ. അടുത്ത് 4 3 1 2 ശരിയാവും? ആരും തന്നെ അതാത് പൊസിഷൻസ് ഇല്ലല്ലോ. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 1 2 3 4നെ 4 ഫാക്ടോറിയൽ ആകുമ്പോൾ 24 പെർമ്യൂട്ടേഷൻസ് ഉണ്ട്. ഈ പെർമ്യൂട്ടേഷൻസിൽ ഏതൊക്കെ പെർമ്യൂട്ടേഷൻസിലാണ് 1 ഫസ്റ്റ് പൊസിഷനിൽ വരാത്തത്, 2 സെക്കൻഡ് പൊസിഷനിൽ വരാത്തത്, 3 തേർഡ് പൊസിഷനിൽ വരാത്തത്, 4 ഫോർത്ത് പൊസിഷനിൽ വരാത്തത്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ 4 3 2 1 നോക്കിയേ. ഇവിടെ ഒരിടത്തും തന്നെ 1 ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടില്ല, 2 സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടില്ല, 3 തേർഡ് പൊസിഷനിൽ വന്നിട്ടില്ല, 4 ഫോർത്ത് പൊസിഷനിൽ വന്നിട്ടില്ല അല്ലെ? ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, അങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്.
ഇവിടെ നമ്പർ ഓഫ് ഡീറേഞ്ച്മെന്റ്സ് എന്തായിരിക്കും? എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. ഹെൻസ് the number of derangements, hence the number of derangements, hence the number of derangements d4 is equal to എന്തായി 9. Number of derangements d4 is equal to 9. നമുക്കിതൊരു ഫോർമുല ആയിട്ട് പഠിക്കാം, ഒരു റിസൾട്ട് ആയിട്ട്. The number of derangements of the number of derangements of a set with n elements. Number of derangements of a set with n elements is denoted by dn is equal to n factorial into 1 plus 1 minus 1 by 1 factorial plus 1 by 2 factorial minus 1 by 3 factorial plus 1 by 4 factorial plus etc. plus minus 1 raised to n into 1 by n factorial. This is the formula. Number of derangements of a set with n elements. അപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്തത് ശരിയാണോ നോക്കിയേ. ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്തത് ശരിയാണോ? അപ്പോൾ what is when n is equal to 2, then what is d2? 2 factorial into 1 minus 1 by 2 plus 1 minus 1 by 1 factorial plus 1 by 2 factorial. So d2 is equal to 2 factorial 2 ആണ്. 2 into 1 minus 1 plus 1 by 2. So 2 into 1 by 2 വരും. 1 അല്ലേ, d2 1 ആണെന്ന് കിട്ടിയല്ലോ. ഈ ഫോർമുലയിൽ നമ്മൾ നേരത്തെ d2 1 അല്ലേ കിട്ടിയത്, d2 1 ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത് when n is equal to 3, then what is d3? ഫോർമുല എന്താ? n factorial into 1 minus 1 by 1 factorial. അപ്പോൾ 3 factorial into 1 minus 1 by 1 factorial plus 1 by 2 factorial minus 1 by 3 factorial. അത് വരില്ലേ ഉള്ളൂ. നമ്മുടെ ഫോർമുല പറയുന്നത് ഏത് വരെയാ? n factorial into 1 minus 1 by 1 factorial plus 1 by 2 factorial minus 1 by 3 factorial എങ്ങനെ പോവാം? അപ്പോൾ equal to എന്താവും? 3 factorial into 1 minus 1 by 1 1 അല്ലേ, plus 1 by 2 minus 1 by 6. ഇവിടെ 3 factorial 6 അല്ലേ, അപ്പോൾ 1 by 2 minus 1 by 6 equal to 6 into 6 LCM എടുക്കാം. എന്താവും? 3 minus 1 എന്താ 2 വരും അല്ലേ. d3 2 അല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്, d3 2 കിട്ടി. when n is equal to 4 ആണെങ്കിലോ എന്താ വരിക? d4 എന്താവും? 4 factorial into 1 minus 1 by 1 factorial plus 1 by 2 factorial minus 1 by 3 factorial plus 1 by 4 factorial. ശരിയല്ലേ? that is d4 is equal to 4 factorial 24 അല്ലേ. 1 minus 1 by 1 1 ആണ്, plus 1 by 2 minus 1 by 6 plus 1 by 24 അല്ലേ 4 factorial.
അപ്പോൾ ഇവിടെ 24 into 1/2 minus 1/6 plus 1/24. ഇവിടെ 24 LCM എടുക്കാമല്ലോ. അപ്പോൾ D4 is equal to 24 LCM എടുത്താലോ. അപ്പോൾ ഇവിടെ 1/2 into 24 വരും, അപ്പോൾ 12 ആവും. ഇവിടെ 1/6 into 24 വരും, 4 ആവും, പ്ലസ് 1. ഇവിടെ 24 കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്? 12 minus 4, 8 plus 1 is equal to 9. ഇതല്ലേ D4 നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോ find the number of derangements of ആരൊക്കെയെന്ന് എഴുതാൻ പറഞ്ഞാൽ മെനക്കെടുത്ത് എഴുതേണ്ടി വരും. Find the number of derangements of 1, 2, 3, 4, 5. എങ്ങനെ ചെയ്യാം? നമുക്കറിയാലോ, we have the number of derangements of a set with n elements is, നമുക്ക് ഫോർമുല അറിയാം എന്താണ്? dn is equal to n factorial into 1 minus 1 by 1 factorial plus 1 by 2 factorial minus 1 by 3 factorial plus etc. plus minus 1 raised to n by n factorial. ഇതല്ലേ dn. അപ്പോൾ hence the number of derangements of 1, 2, 3, 4, 5 is എന്താവും? dn is equal to എന്താ പറയുക, ഇവിടെ 5 factorial എന്ന് വെച്ചാൽ 5 അല്ലേ ഇവിടെ, 5 factorial into 1 minus 1 by 1 factorial plus 1 by 2 factorial minus 1 by 3 factorial plus 1 by 4 factorial minus 1 by 5 factorial. So 5 factorial into 1 minus 1 0 ആയിട്ട് പോകും. 1 by 2 minus 1 by 6 plus 1 by 24 minus 1 by 120 അല്ലേ? 5 factorial 120 അല്ലേ? ഇവിടെ 120 LCM എടുക്കാം. ഇവിടെ 120 കൊണ്ട് 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 60 ആവും അല്ലേ? 120 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 6നെ 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 20 ആവും അല്ലേ? 24നെ 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 5 ആവും അല്ലേ? മൈനസ് 120നെ 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആവും. ഇപ്പോഴെന്താ വരിക? ഈക്വൽ ടു 120 കട്ട് ചെയ്ത് കളയാലോ. 120 കട്ട് ചെയ്ത് കളഞ്ഞാല് ബാക്കിയോ 60 40 അല്ലേ? 45 ഒന്ന് പോയാല് അല്ലേ? 40 പ്ലസ് 45 മൈനസ് 1 44. അപ്പോൾ എത്ര എഴുതിക്കൊണ്ടിരിക്കാൻ പ്രയാസമാണ് അല്ലെ? 44 derangements ഉണ്ട്. 1, 2, 3, 4, 5ന് 40. മൊത്തം എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട്? 5 factorial 120 അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതിൽ 44 എണ്ണം തെറ്റായ അല്ലെ? എല്ലാവരും തെറ്റായ പൊസിഷൻസിൽ കിടക്കുന്നതാണ്. അത്രയാണ് ഉദ്ദേശിക്കുന്നത്. List all the derangements. List all the derangements. List all the derangements of the numbers 1, 2, 3, 4, 5 where a condition പറയുന്നുണ്ട്. 1 where the first 3 numbers are
where the first three numbers are 1 to 3 in some order. ആദ്യത്തെ 3 പേര് എന്താവണം 1 2 3 തന്നെ ആവണം. അപ്പോൾ നമുക്ക് മൊത്തം അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് വായിക്കണം. ഇവിടെയാണെങ്കിൽ എന്താ 1 2 3 4 5ന്റെ ഡീറേഞ്ച്മെന്റ്സ് ആണ് ലിസ്റ്റ് ചെയ്യണം, ആരൊക്കെയെന്ന് ലിസ്റ്റ് ചെയ്യണം. പക്ഷെ ആദ്യത്തെ 3 എന്തായിരിക്കണം 1 2 3 ആയിരിക്കണം. അപ്പോ അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഞാൻ ഫസ്റ്റ് 1 2 3 എഴുതി. 1 2 3 എഴുതാൻ പറ്റില്ലല്ലോ. 1 2 3 എഴുതിയ 1 ഫസ്റ്റ് പൊസിഷൻ, 2 സെക്കൻഡ് പൊസിഷൻ, 3 തേർഡ് പൊസിഷൻ. അപ്പൊ 1 2 3 പറ്റത്തില്ല. പക്ഷേ ആദ്യത്തെ 1 2 3 വരണമെങ്കിൽ ഏതൊക്കെയുണ്ട്? 2 ആദ്യം വരാം. 1 സെക്കൻഡും പറ്റത്തില്ലല്ലോ. 2 3 1 ഓക്കെയാണ്. 3 1 2 ഓക്കെയാണ്. വേറെ ഒന്നും പറ്റത്തില്ലല്ലോ അല്ലേ? ഇനി 4 5 എന്തായാലും ഇവിടെ പറ്റത്തില്ല. 5 4 പറ്റത്തുള്ളൂ. ഇവിടെയും 5 4 കൊടുക്കാം. അപ്പൊ ഇനി വേറെ ഏതെങ്കിലും കേസുകളുണ്ടോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ആദ്യത്തെ 3 എന്താവണം 1 2 3 ആവണം. ആദ്യത്തെ 3 1 2 3 ആവണം. ആദ്യത്തെ 3 1 2 3 ആവണമെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ, മൊത്തം 44 ഉണ്ടെങ്കിലും ആദ്യത്തെ 3 1 2 3 ആവണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, ഈ രണ്ട് ഓപ്ഷനുകൾ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല അല്ലെ? There are only two. Here only two derangements. രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ? രണ്ട് derangements ഉള്ളൂ. List all the derangements of the numbers. List all the derangements of the numbers 1 2 3 4 5 6, where the first three numbers are, where the first three numbers are, where the first three numbers are 1 2 3 in some order. അപ്പൊ നോക്കിയേ, അപ്പൊ 1 2 3 ആദ്യത്തെ 3 1 2 3 തന്നെ ആയിരിക്കണം. ആദ്യത്തെ 3 1 2 3 ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? 2 3 1 വരാം. പിന്നെയോ 3 3 1 2 വരാം. നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. ഇനി 4 5 6 ആണ്. അപ്പോ 4 5 6 ആണെങ്കിൽ 4 5 6 എഴുതാൻ പറ്റൂലല്ലോ. 5 6 4 എഴുതാം, ശരിയല്ലേ? ഇവിടെയും 5 6 4 എഴുതാം. ഇനി 2 3 1 3 1 2 ആണ് ആദ്യത്തെ 3. ഇനി വേറെ പറ്റുമോ? 6 4 5 ഇവിടെ എഴുതാലോ. അതുപോലെ 6 4 5 ഇവിടെ എഴുതാലോ. ഇപ്പൊ എത്രയായി? 1 2 3 4. മൊത്തം 6 നമുക്ക് വീണ്ടും നമ്മൾ നോക്കിയില്ല. 5 വരെ തന്നെ വന്നപ്പോ തന്നെ 44 ഡീറേഞ്ച്മെന്റ്സ് ആയി. ഇത് കൂടെ വന്നാല് 6 കൂടി വരുമ്പോ എന്താവും? 7 ഫാക്ടോറിയൽ ഇൻറ്റു നമ്മൾ ആ ഫോമിൽ അപ്ലൈ ചെയ്താൽ. അപ്പൊ അത് നല്ല വലിയ നമ്പർ ആയിരിക്കും. അതിനകത്ത് ഈ 4 മാത്രമേ ഈ സ്പെഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുള്ളൂ. ആദ്യത്തെ 3 1 2 3 ആയിരിക്കും. അപ്പൊ 4 ഡീറേഞ്ച്മെന്റ്സ് ഈ പറയുന്ന കണ്ടീഷനിലുള്ളൂ അല്ലേ? There are only 4 such derangements. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 4 കേസുകളേ ഉള്ളൂ.